എന്താണ് റബ്ബും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ന് അറിയൂല. ഒരു യൂറോപ്യൻ ചടങ്ങ്, നിസ്കാരം ഒരു യൂറോപ്യൻ ചടങ്ങ് പോലെ അടപ്പതിച്ചു പോയി. ആത്മാവും അതിനും ഒരു ബന്ധമില്ല. എന്തുകൊണ്ട്? റബ്ബിനെ നിസ്കരിക്കണം എന്നല്ലാതെ റബ്ബിനെ പ്രേമിക്കണം എന്ന് ഒരാൾ നമ്മെ പഠിപ്പിച്ചതുമില്ല, നമ്മളോട്ട് പഠിച്ചതുമില്ല. കോടാന കോടി രൂപ ചെലവഴിച്ച ഒരു സമ്മേളനം കഴിയുമ്പോൾ റബ്ബിനെ പ്രേമിക്കണം എന്നൊരു ചിന്ത ആ സമ്മേളനത്തിൽ ഉമ്മത്തിന് ലഭിക്കുന്നില്ല. ചില സമ്മേളനങ്ങൾക്ക് കോടികൾ ചെലവഴിക്കും, പക്ഷേ ആ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന മനുഷ്യന്റെ മുന്നിൽ ഞാൻ എൻ്റെ റബ്ബിന്റെ അബ്ദാണ്, എനിക്ക് റബ്ബിനെ പ്രേമിക്കലല്ലാതെ യാതൊരു രക്ഷയും ഇല്ല എന്ന ചിന്ത ഉണ്ടാക്കാൻ കഴിയുന്നില്ല. തന്നെ എന്താ വിഷയം? റബ്ബിലേക്ക് നമ്മളെ കൽബെറ്റിക്കണം എന്ന് നമ്മൾ രക്ഷപ്പെടും. ജല്ല വഅലയായ സുബ്ഹാൻ പറയുന്നുണ്ട്, മുഹമ്മദ് മുസ്തഫ ജല്ല വഅലയായ അല്ലാഹു പറയുന്നതായി പുണ്യ റസൂൽ മുസ്തഫ, അന ഇൻദ ളന്നി അബ്ദി ബി, ഞാൻ എൻ്റെ അടിമ എന്നെ കുറിച്ച് എന്ത് ഭാവിച്ചാലും ഞാൻ എവിടെയുണ്ടെന്ന് അല്ലാഹു പറയുന്നതായി മുഹമ്മദ് മുസ്തഫ. എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് ഭാവിച്ചാലും ഞാൻ എവിടെയുണ്ട്. ഈ ഹദീസ് വ്യാഖ്യാനിക്കുകയാണ് ആര്? മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. എന്താ വ്യാഖ്യാനം? അർറജുൽ മുത്തസിലും ബിഖൽബിഹി, ഒരു വ്യക്തി അവന്റെ കൽബുമായി ചേർന്നിരിക്കുന്നവനാണ്. സദാസൻ ദുനിയാവാണെങ്കിൽ ആഖിറാണെങ്കിലും കൽബാണ് ഓരോ എല്ലാം പൊക്കി കൊടുക്കുക. ചിലപ്പോൾ ദുനിയാവ്, ചിലപ്പോൾ ആഖിറ, എല്ലാം കൽബിനനുസരിച്ചാ പോവുക. ഒരു വ്യക്തി അവൻ ശ്രദ്ധിക്കണേ, റൂട്ട് ഇപ്പൊ ക്ലിയർ ആവും. ഒരു മനുഷ്യൻ അവന്റെ കൽബിന്റെ അടിമയാണ്, അവന്റെ കൽബിനനുസരിച്ച് അവൻ പോവുക. കൽബ് എങ്ങനെ പോകും? കൽബ് അവന്റെ ഭാവനക്കനുസരിച്ച് പോകും. ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ ഒരുന്നതെല്ലാം അവനെന്ന് തോന്നും. മനസ്സിലാവുന്നില്ല പറഞ്ഞു, ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ ഒരുന്നതെല്ലാം അവനെന്ന് തോന്നും. അതായത് ആദ്യം ഭാവനക്കനുസരിച്ച് കൽബ് പോകും, കൽബിനനുസരിച്ച് നീ പോകും. നീ ഹദീസ് എന്ന് വ്യാഖ്യാനിച്ചു നോക്കാം. എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് ഭാവിച്ചോ ആ പ്രകാരം ഞാനവനായിരിക്കും. അപ്പൊ ആദ്യം ഭാവന നന്നാക്കണം. ഭാവനക്കനുസരിച്ച് ഹൃദയം പോകും, ഹൃദയത്തിനനുസരിച്ച് നീ പോകും. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? എന്നോട് ഒരു കേരളത്തിലെ ഉന്നതനായ ഒരു ബിസിനസ്സുകാരൻ ഒരു ദിവസം ഒരു ഒഴിവിൽ ഞാനും ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അയാൾ പറഞ്ഞു, ബിസിനസ്സിന് അതിന് ഒരുപാട് ട്രെയിനിങ് ഉണ്ട്. സാധാരണ ബിസിനസ്സുകാരൻ, പക്ഷെ പിന്നീട് അയാൾ വലിയ ബിസിനസ്സുകാരനായി വളർന്നു. അപ്പൊ അയാൾ എന്നോട് പറയാണ്, ബിസിനസ്സിന് ഏറ്റവും വലിയ ട്രിക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉടനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വിചാരിക്കണം, എന്ത്, ഇന്ന് 10 ലക്ഷം രൂപ കച്ചവടം ചെയ്യണം എന്ന് വിചാരിച്ചാൽ എന്താണെങ്കിലും രാത്രി അടക്കുമ്പോഴത്തേന് 10 ലക്ഷം രൂപ കച്ചവടം നടന്നിരിക്കും. അയാൾക്ക് അന്നൊരു 10 ലക്ഷം തിരിച്ച് കൊടുക്കാണ്ടെന്ന് സങ്കല്പിക്കുക. ബിസിനസ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ എന്ത് ചെയ്യണം? രാവിലെ എണീറ്റാൽ ഉടനെ ചിന്തിക്കണം, സുബഹി നിസ്കരിച്ചാൽ ഉടനെ ഇന്ന് 10 ലക്ഷം രൂപ ഉണ്ടാക്കി തിരിച്ചു കൊടുക്കേണ്ട ദിവസമാണ്. പിന്നെ അതിനനുസരിച്ച് വർക്ക് ചെയ്യും. ഭാവിച്ചു, പിന്നെ ഹൃദയമായി വഴിക്കോ, ഹൃദയത്തിനൊക്കെ നീയും പോവും. മനസ്സിലായില്ലേ? നിന്റെ വ്യാഖ്യാനല്ല. എന്റെ അടിമ എന്നെ കുറിച്ച് ഭാവിക്കുമോ അപ്രകാരം ഞാൻ അവനായിരിക്കുമെന്ന്, ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് അല്ലാഹു പറയുന്നതായി പുണ്യ റസൂൽ മഹാനവർകൾ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അർറജുൽ മുത്തസിലും ബിഖൽബിഹി, ഒരു വ്യക്തി അവന്റെ കൽബിനോട് മുത്തസിലാണ്, അവന്റെ കൽബിനോട് ചേർന്ന് നിൽക്കുന്നവനാണ്. കൽബ് എങ്ങനെ പോകും? അവൻ അങ്ങനെ പോകും. വഖൽബുഹു മുത്തസിലും ബിളന്നിഹി, വഖൽബുഹു മുത്തസിലും ബിളന്നിഹി, അവന്റെ ഹൃദയം അവന്റെ ഭാവനക്കനുസരിച്ചായിരിക്കും. വളന്നുഹു മുത്തസിലും ബിഇറാദത്തില്ലാഹ്, വളന്നുഹു മുത്തസിലും ബിഇറാദത്തിഹി, അവന്റെ നേരത്തെ
അവന്റെ ഭാവന, അതാത് സമയത്തെ അവന്റെ ഭാവന മൊത്തത്തിൽ അവന്റെ ഉദ്ദേശം അനുസരിച്ചായിരിക്കും. എന്താ ഉദ്ദേശം? ലാഭം ഉണ്ടാക്കണം. എന്താ അന്നത്തെ ഭാവന? 10 ലക്ഷം രൂപ കച്ചവടം ചെയ്യണം. അവനൊരു സമയത്തൊരു കാര്യം ഉദ്ദേശിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ മശീഅത്ത് അതിൽ കൂട്ടിക്കെട്ടണം. മനസ്സിലായില്ല? അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയില്ല. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചു, ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ഭാവിച്ചു, ഞാൻ ഭാവിച്ചത് കൊണ്ട് എന്റെ കൽബ് ഒരു വഴിക്കായി, ആ കൽബ് എന്നെ നിയന്ത്രിച്ചു, ഞാൻ ആ വഴിക്കോയി. ചില ആളുകൾ വലിയ ദുനിയാവിന്റെ ലാഭം ഉണ്ടാക്കും. കുട്ടിക്കാലം മുതലേ ചിന്തിക്കും. കുട്ടിക്കാലം മുതലേ അതെല്ലാം അങ്ങനെയാണ്. നമ്മൾ ചിന്തിക്കണം. ഒരു സഹോദരനെ, ഒരു പൊടീശ്വരനായ ഒരു കേരളീയന ഒരാള് തൻ്റെ ജീവിതത്തിന്റെ ഒരു വസന്തകാലം, വലിയ ഒരു കഷ്ടപ്പാടുള്ള ആദ്യ കഷ്ടപ്പാട്, പിന്നെ ഒരു വസന്തകാലം വന്നു. അതിൻ്റെ ഒരു അയവിറക്കുന്ന ഒരു അല്പഭാഗം, ഒരു വീഡിയോന്റെ ഒരു അല്പഭാഗം ഒരാളെ കേച്ചു അടുത്ത കാലത്ത്. അത് വളരെ ചിന്തിക്കാൻ മാത്രമാണ്. അയാൾ പറയാ, ഞങ്ങൾ വളരെ കഷ്ടപ്പാടിലായിരുന്നു. വളരെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. വീട്ടിലെ ആടുള്ളത് കൊണ്ട് ഞങ്ങൾ ജീവിച്ചു. അതെങ്ങനെ വീട്ടിലെ ആടുകളിലൂടെ ജീവിക്കാം? അയൽ വീടുകളിലേക്ക് ഉമ്മ കഞ്ഞിന്റെ വെള്ളം കൊണ്ടുവരും. അപ്പൊ കഞ്ഞിന്റെ വെള്ളം കൊണ്ടുവരുന്ന സമയത്ത് പിന്നെ കഞ്ഞിന്റെ വെള്ളം കൊണ്ടുവരുന്ന സമയത്ത് ഇവർ ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ കഞ്ഞിന്റെ വെള്ളം കൊണ്ടുവന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ അത് ആടിനല്ല കൊടുക്കാം. ഞങ്ങൾ ആടിന് മറ്റു വെള്ളം കൊടുക്കും, ഞങ്ങൾ അത് കുടിക്കും. അങ്ങനെയൊന്നും പട്ടിണി മാറ്റി. ഒരിക്കൽ ആ വീട്ടുകാര് പഴയ പഴത്തൊലി ഈ കഞ്ഞിന്റെ വെള്ളത്തിൽ ഇട്ട് കൊണ്ടുവന്നു. അങ്ങനെ അപ്പൊ അന്ന് ഞങ്ങൾക്ക് കഞ്ഞി ഉണ്ടായില്ല. പിറ്റേന്ന് ഉമ്മ വീട്ടിൽ പോയി പറഞ്ഞു, എന്ത് നിങ്ങൾ പഴത്തൊലി എന്നെ കഞ്ഞിന്റെ വെള്ളത്തിൽ ഇടരുത്, അത് ആടിന് ബുദ്ധിമുട്ടാണ്. അപ്പൊ വീട്ടുകാർ ചിന്തിച്ചു, എന്ത് പഴത്തൊലി ഇട്ട ആടിന് കൂടുതൽ താല്പര്യമല്ലേ ഉണ്ടാവുക? പഴത്തൊലിയല്ലേ, ഇതെന്തോ അതിൽ കളിയുണ്ടല്ലോ. അപ്പൊ അവരെന്ത് ചെയ്തു? പഴത്തൊലി വേറെയും തരും, കഞ്ഞിവെള്ളത്തിൽ കുറച്ച് വച്ചിട്ട് വരും. അപ്പൊ ഈ ഉമ്മാക്ക് സന്തോഷമായി പോയി വാങ്ങും. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി, സ്ഥിരമായി ഇങ്ങനെ ബക്കറ്റിൽ ഇത് കൊടുത്തേക്കും. അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചു പോയത്. അയാളാണ് ഇന്ന് കേരളത്തിലെ കോടീശ്വരന്മാരിൽ വലിയൊരാൾ. എന്തുകൊണ്ട്? ഇതിന് പരിഹാരം ഉണ്ടാകണം. കുട്ടിക്കാലം മുതലേ അയാൾ ഭാവിച്ചപ്പോ കൽബ വഴിക്ക് നീങ്ങി. അപ്പൊ അയാൾ കേരളം വലിയ ധനാഢ്യനായി. ഇതെന്നെ കാര്യം ഇതന്നെ. അതേ സമയത്ത് ഗൾഫിൽ പോയപ്പോൾ തന്നെ നിയത്തിയിട്ടു 2 ലക്ഷം രൂപയൊക്കെ ചെലവാക്കി ഒരാൾ ഗൾഫിലൊരു അറബിക്ക് പണിപ്പോയി. അപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നീയത്താ. ഭാര്യ കരിഞ്ഞു, ഉമ്മ കരിഞ്ഞു. ചെറേണ്ട, അറബി ചൂടാണെങ്കിൽ ഞാനോട് പോയി. പിന്നെ ചെന്നിറങ്ങിയ അന്ന് മുതലേ ഇവന് തോന്നാണ് അറബിന്റെ ഇത് ചൂടാണ്. അത് അയാളെ സ്വഭാവമാണ്. അയാൾക്ക് അങ്ങനെ ചിലപ്പോൾ അസിൽ തന്നെ ഒരു ചെറിയ കൂടിയ ഒരാളായിരിക്കും. അപ്പൊ എയർപോർട്ടിൽ നിന്ന് കണ്ടപ്പോഴേ ഇയാൾ ചെറിയ കൂടി ഇങ്ങനെ കണ്ടപ്പോ ഇവന് തോന്നാണ്, എന്ത് ഇയാൾക്ക് ഇന്നെ കണ്ണ് പിടിച്ചിട്ടുണ്ടാവില്ല. അതങ്ങനെ. അപ്പൊ അന്ന് മുതലേ 2 ആഴ്ച 4 ആഴ്ച ഒന്നും ആയില്ല, 2 ആഴ്ച. അപ്പൊ നിങ്ങൾ എന്നെ വിളിച്ച് കയറ്റി. 2 ആഴ്ച ഭാര്യ എൻ്റെ അടുത്തെത്തി. അവനവിടുത്തെ 6 വരി പാതകളൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞു. നല്ല 10 വയസ്സ് ഉണ്ടാക്കാൻ അവന് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അവന്റെ ഇറാദത്തിൽ അവൻ അധ്വാനിച്ച് മലയാളിയാകേണ്ട ആവശ്യമല്ല. ബാപ്പാന്റെ മുതൽ അതിന് മാത്രം കിടക്കുകയാണ്. എങ്ങനെയുണ്ട്? ഒരു മനുഷ്യന്റെ ഇറാദത്തനുസരിച്ച് അള്ളാഹു വിധിക്കും. അതനുസരിച്ച് അവന്റെ കൽബ് ലന്ന് വരും. അവന്റെ ലന്നനുസരിച്ച് കൽബ് വരും. കൽബനുസരിച്ച് അവന് ഭാവി വരും. ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? അള്ളാഹുവിനെ എനിക്ക് സ്വന്തമാക്കണം എന്ന ചിന്ത അബ്ദിന്, അള്ളാഹുവിന്റെ ഞാൻ റബ്ബിന്റെ സ്വന്തക്കാരനാകണമെന്ന് ഒരു ഭാവന നമ്മുടെ മനസ്സിൽ വരാത്ത കാലത്തോളം നമുക്ക് ആരാധനയുടെ മാധുര്യം അനുഭവിക്കാൻ കഴിയുകയില്ല. ഞാനിതൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കാം. നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിൽ അവർ പറയാം, ഒരു അടിമ അള്ളാഹുവിനെ കുറിച്ച് അബുദിന്റെ ഏതൊരവസ്ഥയിലും അവന്റെ ഭാവനയിൽ അള്ളാഹു മാത്രമാണുള്ളതെങ്കിൽ
ഫകാനൽ അബ്ദു മാ കാന അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് ഇച്ഛിച്ചത് മുഴുവനും അവന് നടക്കുകയും അവന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എവിടെയാണോ റബ്ബിന്റെ താല്പര്യമുള്ളത് അവിടെയെല്ലാം നിഷ്പ്രയാസം അവൻ എത്തിച്ചേരാനും കഴിയും. കമാ അന്നല്ലാഹു ലാ യഖ്ലു അനിൽ അബ്ദി ഹൈസു കാനൽ അബ്ദു ലാ യഖ്ലു അനില്ലാഹ്. അത്തരമൊരു സാഹചര്യത്തിൽ അബ്ദ് അള്ളാഹുവിനെ തൊട്ട് ഒഴിവാകാത്തതുപോലെ അള്ളാഹു അബ്ദിനെ തൊട്ട് ഒഴിവാവുകയില്ല. ഞാൻ എവിടെ എന്റെ അടിമ എന്നെ കുറിച്ച് ഭാവിച്ചതുപോലെ ഞാൻ ഉണ്ടാവും പറഞ്ഞു. അപ്പോൾ അടിമയുടെ ഭാവനയിൽ അള്ളാഹു മാത്രമാണെങ്കിൽ അള്ളാഹു ആ അബ്ദിന്റെ സദാസമയവും ആ അബ്ദിന്റെ കൂടെ അള്ളാഹു ഉണ്ടാവും. ഇനിയോ അങ്ങനെ വന്നാൽ പിന്നെ അബ്ദിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി. ഒരു മനുഷ്യന് അള്ളാഹുമായുള്ള ഭാവന നന്നാക്കിയെടുക്കാൻ അവന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് നടക്കാത്തൊന്നും ഉണ്ടാവില്ല. അവന് ഉദ്ദേശിച്ചതെല്ലാം അവന്റെ അടുത്തേക്ക് എത്തിച്ചേരും. അവൻ അവന്റെ സ്ഥാനത്തിരിക്കും. ബിലാ അനാഇൻ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവൻ അവിടെ ഇരിക്കും. അവൻ വിചാരിച്ചു അങ്ങെടുത്തു. എന്തുകൊണ്ട്? അള്ളാന്റെ ആളാണ്. എന്ന് മാത്രമല്ല കിഴക്കുള്ളതും പടിഞ്ഞാറുള്ളതും എല്ലാം അവന്റെ അടുത്ത് എല്ലാം എത്തും. എല്ലാം അവന്റെ അടുത്തെത്തും. എല്ലാം അവൻ എന്താ ഭാവിച്ചത് അതെല്ലാം അവന്റെ അടുത്ത് എത്തിച്ചേരും. കഅബയെ ചുറ്റുവാർ കുതുബാണോരെല്ലാരും കഅബ തവാഫിന് താൻ ചെയ്യും എന്നോർ. എന്താ പറഞ്ഞത്? ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ലി നീ എൻ്റെ ആ മനിൽ ആടെന്നോർ. 25 ആണ്ടോളം ചുറ്റി നടന്നോർ ഇല്ലെന്ന ഏകൽക്കെ തരെ ഇരുന്നോർ. നിങ്ങളെ അവണ്ണം നമ്മുടെ അവരുടെ റൂഹും ഇവിടെ വരുന്നോർ. അവർ ആള് പറയാനിരുന്നാൽ പുണ്യ റസൂൽ അവിടെ ഉണ്ടാവും. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ സദസ്സിൽ വെച്ച് റസൂലുള്ളാഹിനെ കണ്ട ഒരുപാട് ആളുകളെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അമ്മിലോ 400 ചില്ലാൻ കൊല്ലത്തിന്റെ വ്യത്യാസമുണ്ട്. അവണ്ണം നമ്മുടെ അവരുടെ റൂഹും ഇവിടെ വരുന്നോർ. ഇന്നത്തെ മനുഷ്യന്മാർക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യനെന്ന് ഒരു യൂറോപ്യൻ ശരീരം മാത്രമല്ല, മനസ്സില്ല. ഒരു യൂറോപ്യൻ മനസ്സുകൊണ്ട് അതിനപ്പുറമൊന്നുമില്ല. അള്ളാഹുവിന്റെ ചിന്തയിൽ ലയിക്കാൻ അബ്ദിന് കഴിയാത്ത എന്തുകൊണ്ട്? അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസം കിട്ടുന്നില്ല. അങ്ങനെ ഉണ്ടായാലോ ഗുരുമുഖത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ട ഈ വിജ്ഞാനം ഒരു അബ്ദിലുണ്ടായാലോ ആ അബ്ദിൽ നടക്കാത്ത കാര്യം ഇല്ല. ഈ ലോകത്തിലെ അത്ഭുതങ്ങൾ കണ്ടില്ലേ? 309 കൊല്ലം ഒരു സംഘം ആളുകൾ ഗുഹയിൽ ഉറങ്ങി. ആര്? ബാല്യക്കാര്. ഫിറ്റിയ ബാല്യക്കാരല്ല എന്ന് പറയുന്ന ഒരാൾക്കും അധികാരമല്ല. യുവാക്കൾ എന്ന് ഖുർആൻ അവരെ പറ്റി പറഞ്ഞു. എന്നിട്ടോ 309 കൊല്ലം കഴിഞ്ഞെണീറ്റു. 309 കൊല്ലം ഗുഹയിലിറങ്ങി. എന്നിട്ട് ചോദിക്കുക, നമ്മൾ കമലബിസ്തു എത്ര ഇപ്പൊ താമസിച്ചത്? അങ്ങനെ ചോദിക്കേണ്ടി വരുമോ? അങ്ങനെ ചോദിക്കേണ്ടി വരുമോ? അങ്ങനെ ചോദിക്കേണ്ടി വരുമോ? എന്തുകൊണ്ട് ചോദിക്കേണ്ടി വരില്ല? ഇവിടെ 309 കൊല്ലം ഒരാളെ മുടി വളരണ്ട്. ഇയാൾ മരിച്ചിട്ടില്ലല്ലോ. അവർ ഉറങ്ങുന്നു. ഖുർആൻ ഉറങ്ങുമ്പോൾ മുടി വളരൂലേ? ഈ വെള്ളിയാഴ്ച നാമൂർച്ച് ജുമാക്ക് പോയി എന്നിട്ട് കിടന്നുറങ്ങി. അടുത്ത വ്യാഴാഴ്ച ബോധക്കേട് മാറിയിട്ടുള്ളതെങ്കിൽ നാമൂർക്കണ്ടേ? എന്തോ ഒരു കൗമാണ്. അടുത്ത വെള്ളിയാഴ്ച രാവിലെയാണ് ഇവൻ ബോധക്കേട് മാറി ഉണർന്നത് എന്ന് വെക്കുക. താടി എന്നാക്കേണ്ടി വരൂലേ? ഞാനും ഉണ്ടാക്കി മനസ്സിലാവുന്നില്ലേ പറഞ്ഞത്? ഞാനൊരാഴ്ച ഉറങ്ങല്ലായിരുന്നു. ആ ഉറങ്ങിയ സമയത്ത് അൽഹംദുലില്ലാഹ് ഉറങ്ങിയോട് കഴിച്ചിലായി. ഒരു 50 റുപ്യ ബാർബർ ഷാപ്പ് കൊടുക്കാതെ കഴിഞ്ഞു. അങ്ങനെ ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ച ബാർബർ ഷാപ്പ് പോയി ഒക്കെ ഇങ്ങനെ ക്ലീൻ ആക്കി വെച്ചിട്ട് പറഞ്ഞപ്പം
അന്ന് കൊടുത്ത 50 റുപ്യൻ്റെ ചൂട് ഇപ്പോൾ പോയിട്ടില്ല. 100 റുപ്യ. ചിലപ്പം ഭാര്യനോട് പറയും ചെയ്യും, ഒരു വാർപ്പർ ഷാപ്പിൽ പൈസ എടുപ്പ്. എന്ത് കടന്നുറങ്ങി, ബോധം കെട്ട് ഉറങ്ങി, ഒരാഴ്ച ഉറങ്ങി, ഒരു കാര്യമായിട്ടുണ്ടായില്ല. ആരെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒരാഴ്ച താടി മൂടിയും നഖം എത്ര വളരും? 309 കൊല്ലം കഴിഞ്ഞാൽ എത്ര വളരണം? അന്തം എന്നത് ബസ്സിന് പോകുന്ന നാട്ടിലെങ്കിലും ഉണ്ടെങ്കിൽ പറയും. നിങ്ങൾ ബസ്സിന് പോന്നപ്പോഴുള്ള നാട്ടിലെങ്കിലും അന്തം ഉണ്ടെങ്കിൽ പറയും. ഇത്രയും മുടി നഖം ഇങ്ങനെ നീട്ടിട്ടല്ലേ ഇവരുണ്ടാവുണ്ട്. താടി മീശ ഇതെല്ലാം നീണ്ടപ്പോൾ ഇവരെന്താ പറയണ്ട്? പാർച്ചോനെ ഇത് എത്ര കാലേ നഖം, എന്താ നഖം? അപ്പൊ മറ്റു പറയും, എന്റെ തള്ളവരന്റെ ഒക്കെ നഖെത്രയാ? ഞാൻ തന്നെയാണോ? അല്ലെന്താ മുടിയൊക്കെ 350 കൊല്ലം മുടി വളർന്ന് കേരളത്തിലെ ആളുകൾക്ക് മൊത്തം വിഗാക്കാൻ ആ മുടി മുറിച്ചാൽ മതിയാവും. അതായത് അന്നത്തെ നഖം അങ്ങനെ, അന്നത്തെ മുടി അങ്ങനെ. എത്ര കൊല്ലം കഴിഞ്ഞു? എന്തുകൊണ്ട്? ഒരു അള്ളാന്റെ ആളുകളാ, ഒരു ഉദ്ദേശം നടക്കുള്ളൂ. 309 കൊല്ലം കഴിഞ്ഞിട്ട് വാദപ്രതിവാദ 7 ആൾ എണീച്ചിരുന്നു. കമ്മലവിത്വം എത്ര പറഞ്ഞത്? നമ്മളെ നേതാക്കന്മാര്, ചില ആളുകൾ, ചില രാഷ്ട്രീയ നേതാക്കന്മാര് എന്താ പറയാ, നിരാഹാര സത്യാഗ്രഹം കിടക്കും. പഴയകാലത്ത് പറയും 5 കട്ടന്റെ ടോർച്ചിൽ കൊണ്ടുപോയിട്ട് പഴം കൊടുക്കും. 5 കട്ടുള്ള ടോർച്ചില് പാർട്ടി പ്രവർത്തകന്മാര് പഴം നിറച്ചിട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെക്കും. ഇത് രാത്രി ആരുമില്ലാത്ത നേരത്തെ വരെ തിന്നും. എന്നിട്ട് വരെ ടോർച്ച് തിന്നിട്ട് പിന്നെ അവരെന്ത് ചെയ്യും? നിരാഹാര സത്യാഗ്രഹം കിടക്കും. അങ്ങനെ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രി വന്നിട്ട് എന്ത് ചെയ്യണം? 3-4 ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ചെറുനാരങ്ങ നീര് വെള്ളത്തിലൊറ്റിച്ചിട്ട് ഇങ്ങനെ കൊടുക്കണം ഫത്തീലിൽ. ഇങ്ങനെ ആയാലേ അവരെ കണ്ണൊന്ന് തുറന്നിട്ടുള്ളൂ. ഒരു 3 ദിവസം കഴിഞ്ഞിട്ടു. ഇത് എത്രയായി? 309 കൊല്ലം. വാദപ്രതിവാദ എത്ര? ഒരു ദിവസം. ഒരു ദിവസമല്ല. അപ്പൊ ഒരു മധ്യസ്ഥയിലാണ് പെട്ടു. അയാൾ പറഞ്ഞില്ല, വർത്തമാനം പറയണ്ട, കയ്യിലുള്ള പൈസ ഇയാളെ കയ്യിൽ കൊടുക്കുക. ഒരുത്തന്റെ കയ്യിൽ മുക്സൽ മീനാണ് എൻ്റെ ഓർമ്മ. മുക്സൽ മീനിൽ കൂട്ടിപ്പെട്ടു റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു പൊയ്ക്കോ. എന്നിട്ടോ ഹലാലായ ഭക്ഷണം അങ്ങാടി കിട്ടുമോ എന്ന് പരിശോധിച്ച് വാങ്ങിയാ മതി. നല്ല ശുദ്ധമായ ഹലാലായ ഭക്ഷണം കിട്ടുമെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. അഥവാ നമുക്ക് അത്രയൊന്നും പള്ളി പഴിച്ചിട്ടില്ല, നമുക്ക് വിശപ്പൊന്നുമില്ല. എത്ര കൊല്ലം കഴിഞ്ഞ്? 350 കൊല്ലം കഴിഞ്ഞിട്ട് പറയോ എന്നെന്ത് പോയി കൊണ്ടുവരങ്ങായി? ഇതോട് വാദപ്രതിവാദ മനുഷ്യന് എന്ത് കമ്മിയ അങ്ങനല്ലേ പറയും. വലിയ തലത്തോഫ് വളരെ സൂക്ഷ്മമായും വളരെ രഹസ്യമായും പോകണം. ഒരായുഷ്റബിക്കും അഹദ, ഒരാൾക്കും അറിവ് കൊടുക്കരുത്, മെല്ലെ പോകണം. അഥവാ രാജകിങ്കന്മാരുണ്ടെങ്കിൽ ഇഷ്യൂന് പോര് നമുക്ക് എന്തില്ല, വിഷമം വേണ്ട. എത്ര കൊല്ലം കഴിഞ്ഞ് പറഞ്ഞേ? ഹദീസാണെങ്കിൽ ലൈഫ് ഹദീസായിരിക്കും ഒരേന്നറിയാം. ഇതിപ്പോ ലൈഫാക്കാനുള്ള മെഷീൻ ഇറങ്ങിയിട്ടില്ല. ഖുർആനിനെ ലൈഫാക്കുന്ന മെഷീൻ ഇതുവരെ വന്നിട്ടില്ല. ലൈഫാക്കും അടുത്ത്. ഹദീസൊക്കെ ലൈഫാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കയറി പോരാണ്. പിന്നെ ഖുർആൻ ലൈഫാക്കും, എല്ലാം ലൈഫാക്കും, എല്ലാം ഈ സമുദായം ലൈഫാക്കും. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നോക്കി നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുക എന്തായി പറഞ്ഞത്? എന്തുകൊണ്ട്? ഒരാൾ അല്ലാഹുവിന്റെ കൂടെയാണെങ്കിൽ അല്ലാഹു അവന്റെ കൂടെയായിരിക്കും. ചില വലിയ അത്ഭുതമൊന്നുമല്ല. കഅബ ആണെങ്കിൽ എന്നെ തവാഫ് ചെയ്യുമെന്ന് മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത്ര വലിയ അത്ഭുതമൊന്നുമല്ല. ഇതിനേക്കാൾ വലിയ അത്ഭുതം എന്താ ലോകത്ത്? ഇതെങ്ങാനും ഖുർആനിൽ അല്ലെങ്കിൽ എല്ലാ വഹാബികളും നിഷേധിക്കും. ഇത് നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്തായി പറയുന്നത്? ഇതുപോലെ ഈ ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയ അത്ഭുത കഥ ഏത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മഹാൻ പറഞ്ഞത് ഖിസ്സത്തു അസ്ഹാബിൽ കഹ്ഫി, അത് അസ്ഹാബുൽ കഹ്ഫിന്റെ കഥയാണെന്നാണ് ഖുർആൻ പറഞ്ഞ ഏറ്റവും അത്ഭുതകരമായ കഥ. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രമാണ് അത്ഭുതകരം. മനസ്സിലായില്ലേ? മനസ്സിലായാൽ വളരെ ചിന്തിക്കണം.
നുഖല്ലിബുഹും ദാത്തൽ യമീനി വതശ്മാ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു കിടക്കുക. എന്ത്? അല്ലാഹ് ലൗ ഇത്തലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറാ. ആരെങ്കിലും കടത്തം കണ്ടാൽ അവർ ഉറങ്ങില്ല എന്ന് വിചാരിച്ച് വല്ല ശത്രു വന്നാൽ പായും. ആരോഗ്യ ദൃഢഗാത്രായ ആളുകൾ ഉറങ്ങണില്ലാന്ന് തോന്നിപ്പോവും. ലവിത്രാത്താലെയും അവര് 309 കൊല്ലം മുമ്പ് അസ്ഥിപഞ്ചരങ്ങളെ പോലെ മരിച്ച് തിന്നാനും കുടിക്കാനില്ല മരിച്ചെടുക്കുകയാണെങ്കിൽ അവരെ കണ്ടാൽ അവരെ കഴുത്ത് കയറിയിടല്ലേ ചെയ്യുക. ലവിത്തൊലാത്താലേഹിം ഒന്ന് ഓത് മനുഷ്യ, ലവിത്തൊലാത്താലേഹിം നീ അവരുടെ അടുത്ത് സമീപിച്ച് നോക്കിയാൽ ലവല്ലൈതമിൻഹും ഫിറാറ, നീ ഓടിപ്പോവും. അത്രയും കരുത്തന്മാരായിട്ട് കിടക്കണം. കൊല്ലത്രേ 309. എന്തേ? മൻകാനലില്ല കനല്ലാഹു ലഹു. അള്ളാന്റെ കൂടെ ആണെങ്കിൽ അള്ളാഹുവിന്റെ കൂടെ ആയിരിക്കും. പിന്നെ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, പിന്നെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അവർ അറഫാന്റെ രാവിലെ മുക്കത്തായിരിക്കും, അറഫാന്റെ ഉച്ചക്കര് മക്കത്തായിരിക്കും. എന്തുകൊണ്ട്? അടിമ അള്ളാഹുവിന്റെ കൂടെയാണെങ്കിൽ അള്ളാഹു അടിമന്റെ കൂടെ ആയിരിക്കും. അള്ളാഹ്ക്കോ നടക്കാത്തൊരു കാര്യമില്ല, അടിമക്കപ്പോൾ നടക്കാത്തൊരു കാര്യമില്ല. എത്ര ചരിത്രം എന്ന് പറയും. എത്ര ചരിത്രം! മക്കായിൽ നിന്ന് 1 മാസം വഴിദൂരമുള്ള സ്ഥലങ്ങളിൽ നിന്ന്, 1 മാസം മക്കായിൽ നിന്ന് വഴിദൂരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് അറഫാന്റെ രാവിലെ പുറപ്പെട്ടിട്ട് അറഫായിൽ ഉച്ചക്ക് ഹളറായ എത്ര ഔലിയാക്കൾ കഴിഞ്ഞു പോയി. 1 മാസം വഴിദൂരമുള്ള സ്ഥലത്തായിരിക്കും അവർ അറഫാന്റെ രാവിലെ ഉണ്ടാവുക. എന്നാൽ അറഫ തുറക്കുമ്പോൾ, ദുൽഹജ്ജ് 9 തുറക്കുമ്പോൾ, അന്ന് ദുൽഹജ്ജ് 9 രാവിലെ അവർ മസീറത്തു ഷഹ്രീൻ 1 മാസത്തെ വഴിദൂരത്തിന് അപ്പുറത്താണ്. എന്നാലോ അറഫ ളുഹ്റിന് തുറന്നപ്പോഴത്തേന് അവർ അറഫയിലെത്തി. എന്തേ? അടിമ അല്ലാഹുവിന്റെ കൂടെയാണെങ്കിൽ ഉടമ അടിമയുടെ കൂടെയായിരിക്കും. അടിമ ഉടമയുടെ കൂടെയാണെങ്കിൽ ഉടമ അടിമയുടെ കൂടെയുമായിരിക്കും. ഇതിനാണ് വഅലാ റബ്ബിഹിം തവക്കലൂൻ, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, വഅലാ റബ്ബിഹിം യതവക്കലൂൻ. റബ്ബിൽ ബരമേൽപ്പിക്കും. നടക്കും, കൽപ്പിച്ച് നടക്കും. തീ ചാടണോ? തീ ചാടാ. മരിക്കോ? മരിക്കണമെങ്കിൽ മരിക്കും, ഇല്ലേ മരിക്കൂല. റബ്ബിന്റെ റാത്തുണ്ടെങ്കിൽ റബ്ബിന്റെ കൂടെയാണ് ആബിദ്. തീ ചാടും. മനസ്സിലായില്ല? അപ്പോൾ ആബിദിന്റെ ചിന്തയിൽ തീയില്ല. ആരുള്ളൂ? അല്ലാഹ്. തീ ചാടും. കത്തിയും കൊണ്ട് പോയിട്ട് മകന്റെ കഴുത്തിലേക്ക് വെക്കും. എന്തുകൊണ്ട്? കുട്ടി മനസ്സിലില്ല. മനസ്സിലാരാളുള്ളത്? അല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഒരു സ്ഥലത്തെ അത്തരം അടിമ ഉദ്ദേശിച്ചാൽ ആ സ്ഥലം അവന്റെ അടുക്കൽ ഹാജരാകും. അങ്ങോട്ട് അവൻ ഹാജരാവുകയില്ല. പാപ്പയുടെ കൂടെ അജ്മീർ പോയ ഒരാളെ പറ്റി ഒരാളുണ്ടായിരുന്നു, മരിച്ചു കുട്ടിക്കാലത്ത്. അജ്മീർ സിയാറത്ത് കഴിഞ്ഞപ്പോൾ ഈ വലിയക്കാരനോട് ഔലിബ പറഞ്ഞു, നമുക്ക് ബഗ്ദാദ് പോവാം. ബഗ്ദാദോ? അതൊക്കെ എവിടെ? ബഗ്ദാദ് അതെവിടെ? ഔലിബാപ്പ എത്ര ദൂരം? ബഗ്ദാദ് ആ മലന്റെ അപ്പുറത്ത് തന്നെയാണ്. പോര്. ഞാൻ ഔലിബാബിന്റെ അങ്ങനെ പോയി. ഇയാൾ പറയാം പോയി. ഒരു മല ചുറ്റും മുറിച്ചാണ് കടന്നപ്പോൾ പിന്നെ ബഗ്ദാദാണ്. തെളിവ് കിതാബ് തരാൻ എനിക്ക് കഴിയില്ല. കാരണം ബീരപ്പാപ്പ ഞാൻ കിതാബ് തന്നെ ഇല്ലല്ലോ. സമാനമായ സംഭവം കിതാബ് തരാൻ എനിക്ക് കഴിയും. സമാനമായ സംഭവം കുറെ കാലം പിന്നെ ബഗ്ദാദിൽ ആ മല കഴിഞ്ഞ് അപ്പുറം ചിലപ്പോൾ ബഗ്ദാദ് അറബികള് അറബി കച്ചവടം ബഗ്ദാദ് ഷെയ്ഖുദ്ദീൻ അബ്ദുൽ ഖാദിർ മക്ബറ അതൊക്കെ കഴിഞ്ഞ് കുറെ കാലം അവിടെ പറത്തു. അപ്പോൾ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ ഈ വാര്യക്കാരനോട് ഔലിബ പറഞ്ഞു, പിന്നെ നമുക്ക് നീ മാട്ടുകനെ മടങ്ങി പോവാം. നീ വലിയ ബുദ്ധിമുട്ടല്ലേ? ആ സാരല്ലടാ, ഇതിൻ്റെ ഒപ്പം ബാക്കിൽ വന്നാൽ മതി. ഒന്നും തിരിച്ച് നാട്ടിലെത്തും ചെയ്തു. എന്തേ? അള്ളാഹ്ക്ക് ഒന്നും അള്ളാഹ്ക്ക് വിഷയമില്ല.
എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മക്കാൻ അവന്റെ അടുക്ക ഹാജരാകും, അവൻ അങ്ങോട്ട് പോകേണ്ടി വരികയില്ല. അതിന്റെ അർത്ഥം ആ നാട് അങ്ങനെ തന്നെ പൊളിഞ്ഞുകൊണ്ട് വരുന്നല്ല. അയാൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ ആ സ്ഥലത്ത് എത്തിച്ചേരും, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതെന്നാ പറഞ്ഞ വാക്കിന്റെ താല്പര്യം ഞാൻ അവസാനിപ്പിക്കണം. റബ്ബിന്റെ സഹായത്താൽ, റബ്ബിന്റെ സഹായത്താൽ വളരെ ചിന്തിക്കണം. ശൈഖും ശിഷ്യനും കൂടി കഴിഞ്ഞുകൂടുന്നു. ശൈഖിന് മരണാസന്നനാകുന്നു. മരണാസന്നനായ ശൈഖിന്റെ മുഖത്ത് നോക്കി ശിഷ്യനെ തിൽമീദായ മുരീദ് കലിമ ചൊല്ലി കൊടുക്കുന്നു. അപ്പോൾ കണ്ണ് തുറച്ചു നോക്കുന്നു. ശിഷ്യൻ പേടിച്ചു. കിൽമെല്ലി കൊടുത്തപ്പോൾ അപ്പോൾ പറഞ്ഞേ മരിക്കണ നേരാണെങ്കിലും അതവ് പാലിച്ചളട്ടോ. എനിക്ക് കലിമ ചൊല്ലി തന്നാൽ എന്റെ മേന എന്റെ കൽപ്പിൽ പഠിച്ചോല്ല എന്നാണ്. മനസ്സിലായില്ല. ഇശിക്ക് കലിമ ചൊല്ലി തരേണ്ടി വന്നാൽ പിന്നെ എങ്ങനെ ഞാൻ എങ്ങനെ എന്റെ ഇമാമാകുക? 30 കൊല്ലമായി പടച്ചോൻ എന്റെ കൽബൊന്നും മാറിയിട്ടേ ഇല്ല. ഒന്നുമില്ല. 30 കൊല്ലമായി എന്റെ കൽബിൽ അള്ളാഹു അല്ലാതെ വേറെ ആൾ വന്നിട്ടില്ല. 30 കൊല്ലമായി അള്ളാഹു അല്ലാത്ത ഒരാളെ കുറിച്ചും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒന്നുമില്ല. ഇതേ സംഭവം മരിക്കാനൊരുങ്ങുകയാണ് സയ്യിദുനാ ബിലാൽ. ചുറ്റുമുള്ള ആളുകൾ കരഞ്ഞു. അപ്പോൾ ബിലാൽ ചിരിക്കാൻ തുടങ്ങി. സന്തോഷമേ മുഹമ്മദൻ വഹിസ്ബഹു, ഞാൻ ഇന്നും മരിക്കും, ഞാൻ ഇന്ന് എന്റെ നേതാവിനെ കാണും. പുണ്യ റസൂലിനെ വഫാത്തായി. പിന്നെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ബിലാൽ വഫാത്താണ്. ഷാമിൽ വെച്ച ഷാമിൽ പോയി കല്യാണം കഴിച്ച് ഷാമിൽ താമസിക്കുക. എന്തുകൊണ്ട്? മദീന താമസിക്കാൻ വയ്യ. മദീന കണ്ടാൽ കരഞ്ഞു ബോധം കിട്ടു. സയ്യിദുനാ ബിലാൽ എല്ലാവരും കരയ. എന്തുകൊണ്ട്? ബിലാൽ അത്രയും വലിയ മഹാനല്ലേ. ബിലാൽ ആരാ? അവരെ പറ്റി പറഞ്ഞ വാളും അവരെ പറ്റി പറഞ്ഞ പാട്ടും ഇത് കേട്ടതും ഒക്കെ കാരണം അല്ലാഹു അവരെ കൂടെ നമ്മുടെ സ്വർഗത്തിലാക്കി തരട്ടെ. സയ്യിദുനാ ബിലാൽ, ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ ബിലാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടജഭാജനമായ ഈ കറുത്ത കാപ്പിരിയായ സയ്യിദുനാ ബിലാൽ മരിക്കുന്ന നേരത്തെ എല്ലാവരും കരയാൻ തുടങ്ങി. അപ്പോൾ ബിലാൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സന്തോഷാണ് നബിയെ കാണും. വഹിസ്ബഹു, നബിയുടെ പട്ടാളത്തെയും എന്നോട് കാണും. എത്ര ഉമ്മനിങ്ങളെ ചിന്തിക്കുക. അങ്ങനത്തെ എത്ര നാടന്മാരുണ്ടായിട്ടുണ്ട് ഇവിടെ. മുറ്റത്ത് തേങ്ങ കൊണ്ടുവന്ന് കൂട്ടി പണിക്കാർ തേങ്ങ കൊണ്ടുവന്ന് കൂട്ടി. അപ്പോൾ എന്ത് ചെയ്തു? ളുഹൂർ ജമാഅത്ത് കഴിഞ്ഞ് വന്നു. വ്യാഴാഴ്ച ഒരു നല്ല മനുഷ്യൻ, ഒരു നാടൻ. ളുഹൂർ ജമാഅത്ത് കഴിഞ്ഞ് വന്നു. പണിക്കാരോട് വിളിച്ചു, ഈ തേങ്ങ മുറ്റത്താണ് പുറത്തേക്ക്. സാധാരണ മുറ്റത്തല്ലേ കൂട്ടും ചോദിച്ചു. ഇപ്പൊ പറ്റൂല, ഇപ്പോൾ നാളെ കുറച്ച് മനുഷ്യന്മാർ വരാനുണ്ട്. മുറ്റമൊക്കെ വൃത്തിയൊക്കെ ക്ലിയറാക്കി. നാളെ അവിടെ കുറച്ച് മനുഷ്യന്മാർ വരാൻ പോകുന്നുണ്ട്. പുറക്കാർക്ക് മനസ്സിലായി ആളാരവരമാണ്. ആ രാത്രി അദ്ദേഹം മരിച്ചു. മരിച്ചു. നാടൻ മൂല്യരല്ല, നാടൻ. അങ്ങനെ അല്ലാഹുവിന്റെ അടിമകൾക്ക് മരണസമയം അറിയിച്ചു കൊടുത്ത കോടിക്കണക്കായ അടിമകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തുകൊണ്ട്? മൻകാനലില്ല കാനല്ലാഹു ലഹു, മൻകാന മഅല്ലാഹ് കാനല്ലാഹു മഅഹു. അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ അള്ളാഹു അവന് വേണ്ടിയായിരിക്കും. ഒരു അള്ളാഹുടെ കൂടെയാണെങ്കിൽ അള്ളാഹു അവന്റെ കൂടെയായിരിക്കും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. حسبي ربي جل الله. دخل جماعة على ممشاد الدينوري رضي الله عنه. ബഹുമാനപ്പെട്ട മഹാനായ സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹു തന്റെ റിസാലക്ക് വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തുകയാണ്. മംശാദു ദൈനൂരി റളിയല്ലാഹു അൻഹു
മരണാസന്നനായ സന്ദർഭത്തിലായിരുന്നു. അപ്പോൾ ഒരു സംഘം മഹാന്മാർ അദ്ദേഹത്തിന്റെ അടുക്കൽ പ്രവേശിച്ചു. ഫഖാലു ലഹു ലോകം കണ്ട ആരിഫീങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. അവരുടെ ഒരു ചരിത്രം പറയുകയാണ്. ആര്? മഹാനായ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു. ഒരു സംഘം മഹാന്മാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു കയറി. അദ്ദേഹത്തിന്റെ മഹത്വം അദ്ദേഹത്തോട് പറയാൻ തുടങ്ങി. നിനക്ക് സ്വർഗത്തിൽ ഇന്നാലിന് സ്ഥാനം ഉണ്ടാവും, നിങ്ങൾ എന്തിനു ബേജാറാവുന്നു? നിനക്ക് വല്ലാത്ത സന്തോഷമായ സ്വർഗമാണ് ഉണ്ടാവുക. ഇങ്ങനെയും ഇങ്ങനെയും ഒക്കെ പടച്ച റബ്ബ് നിങ്ങൾക്ക് ചെയ്തു തരും. അതെല്ലാം അല്ലാഹു തആല നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ കേട്ട് കുറച്ചു നേരം കിടന്നിട്ട് മറുപടി പറഞ്ഞു. ഞാൻ എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ റബ്ബിനെ കൊണ്ട് ശുഗലായിട്ടുള്ളൂ, സ്വർഗം കൊണ്ട് ശുഗലായിട്ടില്ല. ഇതൊന്നും എനിക്കറിയില്ല. എന്റെ റബ്ബിന്റെ വിഷയം. ജസാ വേണ്ടതാണ്. പക്ഷേ ജസാക്ക് ഞാനൊരു പണിയും എടുത്തിട്ടില്ല. കൊല്ലങ്ങൾ അനവധിയായി ഞാൻ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ കൊല്ലങ്ങൾ അനവധിയായി ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ലേ ഇല്ല. ഞാൻ തിരിഞ്ഞിട്ടേ ഇല്ല. എന്റെ റബ്ബിനെ തൊട്ട് തിരിഞ്ഞിട്ടേ ഇല്ല. ഞാൻ എന്റെ റബ്ബിലാ. ഞാൻ കൊല്ലങ്ങൾ അനവധിയായി ഞാൻ എന്റെ റബ്ബിലാണ്, റബ്ബിന്റെ താല്പര്യത്തിലാണ്. റബ്ബിന്റെ താല്പര്യം ജീവിക്ക്. ദാരിദ്ര്യം അൽഹംദുലില്ലാഹ്. പരീക്ഷണവും അനുഗ്രഹവും നോക്കിയാൽ ഏറ്റവും നല്ല അനുഗ്രഹം പരീക്ഷണമാണ്. എന്തുകൊണ്ട്? നിങ്ങൾ എൻ്റെ കൂടെയില്ല. എന്തുകൊണ്ട്? പരീക്ഷണത്തിന് ശേഷം എന്തുണ്ടാവും? ഒന്ന്, അള്ളാഹുവിന്റെ ഒരു നിഅമത്ത് വരും. രണ്ട്, പരീക്ഷണത്തിൽ കൂലി ഉണ്ടാവും. മനസ്സിലായോ? ചിന്തിക്ക്. സമ്പന്നതയും ദാരിദ്ര്യവും നോക്കിയാൽ ചില ആളുകൾ ദാരിദ്ര്യത്തെ ഇഷ്ടപ്പെടും, ദാരിദ്ര്യത്തെ ചോദിച്ചു വാങ്ങും, ഇഷ്ടപ്പെടും. എന്തിന്? അതിൽ പരീക്ഷണമാണ്. പരീക്ഷണത്തിന്റെ തീച്ചുള്ളിൽ കിടന്ന് ഒന്നുകൂടി നന്നാവും. 970 ശേഷം 50 കൊല്ലം കേരളത്തിൽ മലബാറിൽ ഗൾഫ് വന്നിട്ടില്ല എന്ന് സങ്കല്പിക്കുക. പഴയ കർക്കിടക മാസവും ചിങ്ങമാസവും സങ്കല്പിക്കുക. നമ്മൾ ഒരൊറ്റ പെണ്ണ് ഡാൻസ് ചെയ്യാൻ പുറത്തിയാടുമോ? നിങ്ങൾ പെണ്ണുണ്ടോ? എന്ത്? ഓണം AD 500 ഉണ്ടായിട്ടുണ്ട്. ഓണത്തിന് ഏകദേശം 1500 കൊല്ലത്തിന്റെ ചരിത്രമുണ്ട് കേരളത്തിൽ. പറഞ്ഞത് മനസ്സിലായോ? 1500 കൊല്ലത്തിന്റെ ചരിത്രമുണ്ട് എന്നാണ് ഏകദേശം കണക്കാക്കപ്പെടുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഒരു 50 കൊല്ലം മുമ്പ് വരെ നമ്മളെ പെണ്ണുങ്ങൾ ഇവിടെ ചാടി കളിക്കാൻ പോകാറില്ലല്ലോ. എന്തെങ്കിലും അയൽ വീട്ടാ എന്ത് വീട്ടിലേക്ക് കൊടുത്തേക്കും, അവരിങ്ങോട്ട് കൊടുത്തേക്കും. ഇതൊക്കെ സർവ്വസാധാരണ സഹകരണങ്ങൾ. അല്ലാതെ എന്തില്ല? അവർ തിരുവാതിര കളിക്കും. ചിലപ്പോൾ അവരെ തിരുവാതിര കളിക്ക് കാണാൻ വേണ്ടി പരിസരത്തെ മുസ്ലിം പെണ്ണുങ്ങളെ വിളിച്ചാൽ അവിടെ നിന്ന് പോയി നിന്നേക്കാം. അപ്പൊ അവിടെ കിട്ടുന്ന പായസമൊക്കെ ഒരു കുടിച്ച് പോലും ചെയ്യും. അവർ നമ്മളെ തിരുവാതിര കളിക്ക് വിളിക്കാറുമില്ല, കൂട്ടാറുമില്ല. അത് അതിന്റെ വഴിക്ക് 2 സമുദായം എന്റെ വഴിക്ക് പോകും. നമ്മൾ പെരുന്നാൾ നിസ്കരിക്കുന്ന ചന്തം കാണാൻ വേണ്ടി ചിലപ്പോൾ മൈതാനിന്റെ പരിസരത്ത് അവർ വന്ന് നിൽക്കാം. മനസ്സിലായോ? നിസ്കാരത്തിന് അവർ കൂടൂല. മയ്യത്തിസ്കാരം വലിയ മൈതാന നിസ്കരിക്കാൻ അവർ വന്നു നിൽക്കാം, അവർ മയ്യത്തിസ്കാരത്തിൽ കൂടൂല. അതൊക്കെ കൗതുകങ്ങളാണ്. അല്ലാതെ ഈ കളി കൂടൂല. 50 കൊല്ലം കൂടാൻ ഒരു ചാൻസും ഇല്ല. എന്തുകൊണ്ട്? പെണ്ണുങ്ങൾക്ക് നേരം വെളുത്തിട്ട് കുറെ നേരം ആലോചിക്കണം എന്താണ് ചായക്ക് കുട്ടികൾക്ക് കൊടുക്കണം. ചായപ്പൊടിയിൽ ചൂടുവെള്ളം പാർന്നിട്ട് തരും, എന്നിട്ട് ശർക്കര തരും കയ്യിൽ. എന്റെ ഉമ്മ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ശർക്കര എന്തിന്? ചായ കൊടുത്താൽ കടി വരും. എന്നാൽ വെള്ളത്തിന്റെ ഒരു പൊട്ടിങ്ങനെ പൊട്ടിച്ചു തന്നാലോ ചായയായി, കടി ചായക്ക് മധുരമായി. ആൽബർട്ട് ഐൻസ്റ്റീനാകാത്ത വലിയ ഭാഗ്യം. ഭയങ്കര കണ്ടുകൊടുത്തു. നമ്മളമ്മക്ക് ആൽബർട്ട് ഐൻസ്റ്റീനേക്കാൾ വലിയ ബുദ്ധിമതിയാ. ഭയങ്കര. ഈ ശർക്കര വെല്ലം പൊട്ടിച്ചിട്ട് പകുതി അഞ്ചത്തി കൊടുത്ത്, മറ്റേ അഞ്ചത്തി കഴിഞ്ഞ് ബാക്കി കൊടുത്ത് ചായ കുടിച്ചോളൂ. രാവിലെ നെതും കുടിച്ചിട്ട് വേണം മദ്രസയിൽ പോവാന്. അങ്ങനെ തന്നെ സ്കൂളിൽ വായണം. നിങ്ങൾക്ക് പറഞ്ഞാൽ ഇന്നത്തെ ഉച്ചക്കഞ്ഞൊന്നും വന്ന് സ്കൂളിലില്ല, ഒന്നുമില്ല. ബോധം കെട്ട് വീണ കുട്ടികൾ ചായന്റെ വെള്ളം കുടിക്കാതെ ബോധം കെട്ട് വീണ കുട്ടികൾ എന്റെ ക്ലാസ്സിൽ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ കാലത്തെ പെണ്ണുങ്ങളത്തിൽ പോവോ?
അവർക്ക് നേരം വെളുത്താൽ ഇങ്ങനെ പല പണിയുണ്ട്. അത് കഴിഞ്ഞാൽ ആടിനെ അലോടിച്ചുകൊണ്ടിരിക്കണം, അത് കഴിഞ്ഞാൽ പെയ്യിന് പുല്ലരിയണം, അത് കഴിഞ്ഞാൽ അവർക്ക് പാടത്തേക്ക് സാധനം കൊണ്ടുപോകണം. ഇതല്ലേ വൈകുന്നേരം രാവിലെ തുടങ്ങിയാൽ ഇരുട്ടുന്നവരെ അമ്മാക്ക് പണിയാ. എന്റെ ആണോ അല്ലേ പണിയാ, അങ്ങനെ പണിയാ. രാവും പകലും പണിയാ, രാവും പകലും പണിയാ. എന്റെ ഉമ്മാക്കൊക്കെ ഒരു ശരീര ശോഷണം വരുന്നത് വരെ പണിയാ. എന്തുകൊണ്ട് പണിയെടുക്കാൻ കഴിയില്ല, അങ്ങനെ പഠിച്ചാണ്. ഇവർ തിരുവാതിര കളിക്കൂ. എന്താ കാരണം? ഇത് ശിർക്കും തൊഴിലൊന്നല്ലേ മനുഷ്യന്മാരെ, ഉറുപ്പ്യ കൂടിയതാണ്. ഇത് പ്രശ്നം ഉറുപ്പ്യാണ്, ഇത് പൈസ കൂടിയതാണ്. ഒരു മന്തിക്കട പടങ്ങൾ തുടങ്ങി, അന്ന് തേനീച്ച കൂട് പോലെയാണ്. മാപ്പിളാരും പോഞ്ഞങ്ങോട്ട് വന്നിട്ട് ജീവിതത്തിൽ അരിയുടെ ഒരു വറ്റ് തിന്നാത്ത മാതിരി തിരക്കും. അന്ന് അവിടുന്ന് നിന്നും അവിടുന്ന് പോകും. പിന്നെ പിറ്റേന്ന് ഇവര് വിചാരിക്കും, ഇവര് ഒരു ദിവസം 30 കിലോന്റെ അരി ബിരിയാണി മന്തിയൊക്കെ ചെലവായ ഈ വിഡ്ഢികൾ വിചാരിക്കും നാളെ കുറച്ചുകൂടി ഇന്നലെ തേഞ്ഞിട്ടില്ല, കൂടുതൽ വെക്കാം, പിറ്റേന്ന് മനുഷ്യൻ വരൂല. പിറ്റേന്ന് അന്ന് ഉദ്ഘാടനം ചെയ്യാൻ മന്തിപ്പടി പോവും. കൗതുകം അങ്ങനത്തെ കൗതുകം തന്നെ. ദജ്ജാൽ വന്ന ദജ്ജാൽ പിന്നാലിപ്പം അവസാന കാലത്തെ ഞങ്ങൾക്ക് എന്ത് കൗതുകം? കൗതുകാണ്, എല്ലാം കൗതുകം, ഒക്കെ കൗതുകം, എല്ലാം ഇങ്ങനെ അതപ്പതിച്ചുപോയി. ഇതിന് കാരണം എന്താ? പണം, സൗകര്യം, പണം, സൗകര്യം അങ്ങനെ തന്നെ. പുതിയാപ്പള ഇന്നിപ്പോൾ തന്നെ ഒരു പെണ്ണ് കെട്ടുകയാണെങ്കിൽ വാഹനം എടുക്കും. ഒരു വാഹനം എടുത്തിട്ട് പെണ്ണ് കെട്ടുള്ളൂ. പെണ്ണുങ്ങളെ കൊണ്ടുനടക്കാൻ പറ്റിയ വാഹനം ഇല്ലെങ്കിൽ പെണ്ണിട്ടൂല. എന്റെ കുട്ടിക്കാലത്ത് പുതിയാപ്പളയുടെ മഹലിൽ നിന്ന് പുതിയണ്ണിന്റെ മഹലിലേക്ക് രാത്രി പെട്രോൾ മാക്സും തൂക്കിയിട്ട് 8, 15, 20 കിലോമീറ്റർ നടക്കും. ഞാൻ നടന്നോനാ എന്റെ കുട്ടിക്കാലത്ത്. അങ്ങനെ നടക്കും. ഇവിടുന്ന് ചോറുന്നും അവിടെയും ചോറുന്നു. കാരണം ഇവിടുത്തെ ചോറ് അവിടെ പോയിച്ചു. ചോറ് കിട്ടാത്ത കാലമായതുകൊണ്ട് ഇവിടെയും അവിടെയും രാത്രി ആയാലും പോവും. എന്തുകൊണ്ട്? അവിടുന്ന് വേറെ ചോറ് നിന്നാലോ. ഇന്നിപ്പോ കല്യാണത്തിന് വിളിച്ചതിൽ 90% ആളുകൾ പറയാ, അതുള്ള ഞാൻ തിന്നു വിചാരിക്കണേ, എനിക്കിന്ന് ഒരു 5 കല്യാണം വേറെ ഉണ്ട്, ഇത് ക്ഷമിക്കണട്ടാ. എന്തില്ല, എല്ലാ പേരും പോയി. 1500, 2000 ആള് വന്നു, പക്ഷെ 500 ആളെ ചോറുന്നുള്ളൂ. എന്തില്ല, ഞാൻ വന്ന് കൂട്ടണേ, തിന്നു കൂട്ടണേ. പണ്ടെങ്ങനെയാ? 4 മണി 3 മണി നേരത്ത് കുട്ടികളെ തോളും വെച്ച് പാപ്പയും ഇങ്ങനെ നടന്നു വരും. 8, 10 കിലോമീറ്റർ. എന്തിനു? കല്യാണത്തിന് കൂടാൻ. നിങ്ങളുടെ നിക്കാഹ് എല്ലാ ഹദ്ദാത്ത് റാത്തീബും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പേനീസ് വിളക്കും തൂക്കി മൂലിയൊരു മുക്കിനി വരണം. അതിന്റെ മുമ്പ് പുതിയാപ്പള വന്നാൽ പുതിയാപ്പള അവിടെ പുറത്തുക്കും. അതിന് ശേഷം ഇങ്ങനെ വന്ന് പുതിയാപ്പളന്റെ പുരക്കാരും പുതിയണ്ണിന്റെ നാട്ടുകാരൊക്കെ തമ്മിൽ കല്യാണ പാട്ട് പാടും. അതൊക്കെ കഴിഞ്ഞിട്ടോ, അതൊക്കെ കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞിട്ട് പുതിയാപ്പളന്റെ വട്ടത്തിൽ അത് കൊടുക്കും. പിന്നെ ഒരു 12 മണിയെങ്കിലും ആകും. എന്ത്? കുടുംബക്കാർക്ക് ചോറിട്ടാൻ നാളും നിൽക്കും. എന്തുകൊണ്ട്? ചോറിട്ടല്ലോ. അന്ന് ഒരു ഇല ഇങ്ങനെ 1, 2 ഇല ഇടും. എന്നിട്ട് മേലെന്ന് ഇങ്ങനെ വലിയ ഈ എന്താ പറയാ പരമ്പിന്റെ വെള്ളക്കൊട്ടുകൊണ്ട് ഇങ്ങനെ ചോറ് തട്ടും. മേലെ കുറച്ച് ഇറച്ചിയും തട്ടും. അതിൽ കയ്യൊക്കെയുള്ള വാരി കൂട്ടും. ഇന്ന് അങ്ങനെ നമ്മൾ 10 ആളെ കൂട്ടിയിട്ട് ചോറ് ഇങ്ങനെ ഇട്ടാൽ പോയെങ്കൊക്കെ ഈ കോവിഡ് കാലത്ത് എന്ത് മാന്യതല്ലാതെ ഇത് അങ്ങനെ തന്നെയല്ലേ? അങ്ങനത്തെ ചോറ് നിങ്ങൾ ഇന്നോലല്ലേ? ഇതല്ലേ പറയില്ലേ? തിന്നതല്ലേ? നിങ്ങൾ ചിന്തിക്കേ, അക്കാലത്ത് പെണ്ണുങ്ങൾ ഇതിന് പോകൂല. ഇത് നുണങ്ങിയത് കൂടിയതാണ്. ഇതൊരു പുതിയ ഷിർക്കിന്റെ പാഠം പഠിച്ചു എന്നാണ് ഇപ്പൊ കുറച്ചാൾ പറയുന്നത്. ഇത് ഷിർക്കും അല്ലടോ, ഇത് തൊഴിലല്ല, ഇത് ഉറുപ്പ്യ കൂടിയതാണ്. ഉറുപ്പ്യാണ് നിന്ന് അതൊക്കെ ഉറുപ്പ്യാണ് പ്രശ്നം. മുത്തുനബിയെ പഠിക്കാത്ത വിട്ടി ആകാശഭൂമിയിലെ ഏറ്റവും വലിയ വിട്ടികൾ ഇന്നത്തെ കുറച്ച് ചില പ്രസംഗങ്ങൾ പറഞ്ഞു വിടുന്നവരാണ്. ഇത് ശിർക്കുമല്ല, ഇത് തൗഹീദുമല്ല, ഇത് മനുഷ്യന് പണം കൂടിയതാണ്. എന്താ കാരണം? നിങ്ങൾക്ക് ദാരിദ്ര്യത്തെ ഞാൻ ഭയപ്പെടുന്നില്ല, എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് ദുനിയാവ് തുറന്നു കിട്ടുന്നതിന് ഞാൻ പേടിക്കുകയാണ്. ചിന്തിക്ക്, ഇത് പണാണ്, പണം എന്ന് അവസാനിപ്പിക്കുകയാണ്. ഇതുകൊണ്ട് ചിന്തിക്കുക. ഏതെങ്കിലും ഒരു കാര്യം നാട്ടിൽ നടക്കുമ്പോഴത്തിന് അത് സമുദായങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന രൂപത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്തരുത് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.
ഒരു വിഷയം പഠിക്കണം. ഓണം ഹൈന്ദവ ഉത്സവമല്ല. ഓണം ഒരു കേരളത്തിന്റെ കാർഷിക ഉത്സവമാണ്. അതിൽ പിന്നീട് ചില മതപരമായ മിത്തുകൾ, ഒരു ചരിത്രപരമായ അടിത്തറയുമില്ലാത്ത ചില മിത്തുകളെ പിൽക്കാലത്ത് ചില ആളുകൾ കടത്തി കൂട്ടിയതാണ്. അത് തികച്ചും ഐതിഹ്യമാണ്. ഐതിഹ്യത്തിന് ഒരു ഫാക്റ്റിനെ ബലപ്പെടുത്താൻ ഒരു നിലക്കും അധികാരമില്ല. വേദകാലഘട്ടം BC 1500 മുന്നിലാണ്. വേദം കേരളത്തിന്റെ ഉൽപ്പന്നവുമല്ല. അത് യജുർവേദമാണെങ്കിലും സമവേദമായാലും ഭാഗവതമായാലും അഥർവവേദമായ ഒന്നും കേരളത്തിൻ്റെതല്ല. കേരളത്തിൻ്റെതല്ല. ഒരു വേദവും ചതുർവേദവും കേരളത്തിൻ്റെതല്ല. ഭാഗവതവും കേരളത്തിൻ്റെതല്ല. ഇത് ചില ഐതിഹ്യങ്ങൾ, പിൽക്കാലത്ത് ചില ആളുകൾ ഐതിഹ്യങ്ങളെ നിറം കൊടുത്തതാണ്. അതിന് ഹൈന്ദവ മതവുമായി അടിസ്ഥാനപരമായി ഒരു ബന്ധവും ഓണത്തിനില്ല. ഓണം എന്നത് കേരളത്തിന്റെ കാർഷിക ഉത്സവമാണ്. സ്വാഭാവികമായി എല്ലാ കാലത്തും ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായമാണ് ഹിന്ദുക്കൾ. അവരത് ആഘോഷിക്കും. കൃഷി അവരുടേതാണ് കൂടുതൽ. എണ്ണത്തിൽ മുസ്ലിമീങ്ങൾ കുറവ്, അപ്പൊ വണ്ണത്തിനും കുറവായിരിക്കുമല്ലോ. കൃഷി അവരാണ്. അപ്പൊ കൃഷി നടത്തുമ്പോൾ സ്വാഭാവികമായും കാർഷിക ഉത്സവം നടത്തും. മനസ്സിലായോ പറഞ്ഞത്? പുല്ലല് അരിഞ്ഞു കൊണ്ടുവന്ന് കുട്ടിയാണ് ഓണം കഴിക്കുക. അപ്പൊ അതിനനുസരിച്ചുള്ള ചില സന്തോഷങ്ങൾ അവരുടെ വീടുകളിൽ ഉണ്ടാവും. അവർ തിരുവാതിര കളിക്കും, പൂക്കളം ഇടും. ആ പൂക്കളത്തിനൊക്കെ പിന്നെ ദൈവിക നിറച്ചാർത്തികൾ പിന്നീട് കൊണ്ടുവന്നു. അതൊക്കെ ഐതിഹ്യങ്ങൾ മാത്രമാണ്. ചരിത്രപരമായി ഒരു തെളിവും കൊടുക്കാൻ ആർക്കും കഴിയില്ല. അപ്പൊ അതിന്റെ പേരിൽ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും തമ്മിൽ അകലുന്ന ചില വീഡിയോകളും ചില സോഷ്യൽ മീഡിയ വർക്കുകളും നടക്കുന്നുണ്ട്. അത് 100% തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പരിധിയിൽ നിന്നുകൊണ്ട് ഏത് കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സഹകരിക്കണം. ഈ കാട്ടിക്കുട്ടിയത് സഹകരണമല്ല, ഇത് തോന്നിയാസാണ്. ഈ തോന്നിയാസം മുസ്ലിം പെണ്ണുങ്ങളിൽ അധികരിക്കാനുള്ള കാരണം, മുസ്ലിം പുരുഷന്മാരിലും പെണ്ണുങ്ങളിലും അധികരിക്കാനുള്ള കാരണം എന്താ? അതിന് ഓണം എന്നല്ല. കാറൽ മാക്സിന്റെ ജന്മദിനം ഇവിടെ ആഘോഷിക്കൽ, കൊട്ടും പാട്ടും തിരുവാതിര കളിയായിട്ട് കാറൽ മാക്സിന്റെ ജന്മദിനം ഇവിടെ കമ്മ്യൂണിസ്റ്റർ പണ്ടേ ആചരിച്ചു വരുന്നുണ്ട് സങ്കല്പിക്കി. എങ്കിൽ ഈ ഉമ്മച്ചികളും എല്ലാം അതിൽ കൂടും. ഇപ്പോ അത് കാറൽ മാക്സ് ഒരു പാർട്ടി ആയതുകൊണ്ടല്ല, പൈസ കിട്ടി ചാടാനൊരു അവസരം. പഴയ കാലത്ത് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യണം? പിന്നെ അക്കൈക്കത്ത് ഇറക്കണം. എന്തിന്? മുടി കളയുമ്പോ. അതിനാ കയ്യിൽ ആരും കയ്യിൽ പൈസ ഇല്ല. അപ്പൊ ആ ചടങ്ങ് ആരും അറിയില്ല. ഏതോ മൊലാളിമാർ ഇറക്കണതാണ് അക്കൈക്കത്ത് മനസ്സിലാവുക. അങ്ങനെ തന്നെയല്ലേ? അറിയല്ലേ? നമ്മളെ കുട്ടിക്കാലത്ത് അങ്ങനെ തന്നെയല്ലേ? ആണ്, അങ്ങനെയാണ്. അക്കൈക്കത്തൊന്നും ആരും ഇറക്കില്ല. പൈസ ഇല്ല, കൈ പൈസ ഇല്ല. ഇപ്പോഴോ അക്കൈക്കത്തൊന്നോ ഇനി അക്കൈക്കത്തോ എന്തൊക്കെയാ ഉത്സവം? ഒന്ന് പള്ള കാണൽ ഉത്സവം, പള്ളയിന് പ്രസവിക്കൽ ഉത്സവം തുടങ്ങിയെന്ന് അല്ലാഹു അഅലം. പിന്നെ അത് കഴിഞ്ഞിട്ടോ പിന്നെ തൊട്ടിലിടൽ ഉത്സവം കഴിഞ്ഞിട്ടില്ല. പിന്നെ പല്ലുമുളക്കൽ ഉത്സവം. കുട്ടികൾ പല്ല് മുളക്കുമ്പോ അതിന് കുട്ടികൾക്ക് പല്ല് മുളച്ചിട്ടുണ്ട്. പല്ല് മുളക്കൽ പെരുന്നാൾ. അതിന് പാട്ടുകാരുണ്ട് കേരളത്തിൽ ഇതിന് പാടി കൊടുക്കുന്ന ആളുകളുണ്ട്. അതിന് വലിയ ട്രൂപ്പുകൾ വരും. ഒരു പല്ല് മുളക്കല് ഉത്സവം കഴിയുമ്പോഴത്തെ 8-10 ലക്ഷം ചിലപ്പോ മുതലാളിമാർക്ക്. ഇത് ഏത് വാമനൻ ചവിട്ടിയിട്ടാണോ അങ്ങനെ ഉണ്ടായത്? ഇത് വാമനൻ മഹാബലിയെ ചവിട്ടിയതുകൊണ്ടാണോ? വാമനൻ മഹാബലിയുടെ തലയിൽ കൈ വെച്ചുകൊണ്ടാണോ ഈ മാപ്പിള ഇതൊക്കെ ചെയ്ത്? അയ്യേ അന്തം എന്ന് പറഞ്ഞത് ബസ്സിന് പോകുന്ന നാട്ടിൽ വരെ ഇല്ലാതെ എന്ത് ചെയ്യും? ഇത് ഉപഭോഗ സംസ്കാരത്തിന്റെ ഉൽപ്പന്നമാണ്. ഒരു പൈസ കിട്ടാതായ നിന്നോളും, അത് അടുത്തില്ലാതാവും. അപ്പൊ ഇവർ വല്ലാതെ ചാടാനും വരൂല. എന്തുകൊണ്ട്? ഈ മേലും താഴെയൊന്നും അപ്പൊ വല്ലാതെ ഒന്നും ഇറച്ചി തിന്നാത്തതുകൊണ്ട് പെണ്ണുങ്ങൾക്കൊന്നും വല്ലാതെ കുലുങ്ങാനും കുലുക്കാനും സാധനമൊന്നും വല്ലാതെ ഉണ്ടാവൂല. അതൊക്കെ ഇനി വരാൻ പോണത് കുറച്ച് കൊല്ലം കൂടി കഴിഞ്ഞാൽ കഞ്ഞിക്ക് കുടുങ്ങും. എക്കണോമിക്കൽ സിസ്റ്റം അട്ടിമറിഞ്ഞു. നേരെ നിർത്താൻ അടുത്തൊന്നും കഴിയില്ല. ഇത് പണമാണ് കാരണം. പിന്നെ എന്ത് തോന്നിയാസം ചെയ്താലും അതിനൊക്കെ സിന്ദാബാദ് വിളിക്കുന്ന ഒരു ജനതയും, പിന്നെ ചില ആളുകളെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് മിണ്ടേണ്ടതിന് മിണ്ടാതിരിക്കുന്ന നേതൃത്വവും. ഇതൊക്കെയാണ് ഇതിങ്ങനെയാക്കിയത്. മിണ്ടേണ്ടത് മിണ്ടാതിരിക്കുന്ന ചില നേതൃത്വം. എന്തുകൊണ്ട്? ആർക്കേം വിഷമം വന്നാലോ നമ്മണ്ടണ്ട. ഇതൊക്കെയാണ് ഇവിടെ അടിസ്ഥാനം. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് തിരിച്ചു പോകാൻ, സ്വർഗത്തിലേക്ക് ഒരാളും ടിക്കറ്റ് കൊടുക്കാൻ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കണ്ട. ഒരു മൂല്യരോ ഒരു ഷെയ്ഖുനയോ ഒരു ഷെയ്ഖുൽ മശായിഖോ നീ കുറെ 4 ഗുണ കൂടിയ ഷെയ്ഖുനയോ ഒന്നും സ്വർഗത്തേക്ക് ടിക്കറ്റ് കൊടുക്കൂല. സ്വർഗത്തേക്ക് ടിക്കറ്റ് കിട്ടണമെങ്കിൽ പടച്ചതമ്പുരാൻ വഴിപ്പെടണം. അല്ലാഹുവിനെയും റസൂലിനെയും മാർഗമാക്കണം.
ആ നിലക്ക് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിഹ.